സജ്ജനങ്ങളെ, കാലചക്രം തിരിയുകയാണ്. നിങ്ങളുടെ സമയവും മാറുകയാണ്. സകല ദുഃഖങ്ങൾക്കും പരിഹാരമായി രുദ്രവീണ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകും. ഇനിയും രുദ്രവീണയെ പിന്തുടരുന്നില്ല എങ്കിൽ പിന്തുടരുമല്ലോ. ആഴ്ച അശ്വതി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായേക്കാം. പാരമ്പര്യ വസ്തുക്കളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതായി കാണുന്നു. ആത്മാഭിമാനത്തിന് ഭംഗം വരാതെ ശ്രദ്ധിക്കണം. വീട് വിട്ടു നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞേക്കാം. ഭാഗ്യദിനം തിങ്കളാഴ്ചയാണ്. നക്ഷത്രജാതകക്കാർക്ക് പഠന മികവിലൂടെ ആദരവ് നേട്ടം കിട്ടും. ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കടം കൊടുത്ത പണം തിരികെ കിട്ടിയേക്കാം. മക്കളുടെ വിവാഹകാര്യത്തിൽ പുരോഗതി. ഭാഗ്യദിനം ഞായറാഴ്ച. കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച വ്യാപാര രംഗത്ത് നവീകരണങ്ങൾ നടത്തും. കരാർ പണികൾ പുതുക്കി കിട്ടും. വിവാഹ തീരുമാനത്തിൽ പുനർ ആലോചനകൾ വേണ്ടി വന്നേക്കാം. ഭാഗ്യദിനം വെള്ളിയാഴ്ച. രോഹിണി നക്ഷത്രക്കാർക്ക് ജോലിയിൽ തിരക്കുകൾ വർദ്ധിച്ചേക്കാം. യാത്രകളും അലച്ചിലും കൂടും. സ്ഥാനക്കയറ്റം വൈകാൻ ഇടയുണ്ട്. പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ഈ ആഴ്ച. തർക്കങ്ങളിൽ ഏർപ്പെടാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. ഭാഗ്യദിനം തിങ്കളാഴ്ച. മകീരൻ നക്ഷത്രക്കാർക്ക് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. ഗുണദോഷ സമ്മിശ്രമാണ് ഈ വാരം. സാഹസങ്ങൾ ഒഴിവാക്കണം. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധ വേണം. ഭാഗ്യദിനം ഞായറാഴ്ച. തിരുവാതിര നക്ഷത്രക്കാർക്ക് ക്രയവിക്രയങ്ങളിൽ നിന്ന് ലാഭത്തിന് മുൻതൂക്കം കിട്ടിയേക്കാം. സർക്കാർ കാര്യങ്ങളിൽ ശ്രദ്ധയോടെ വേണം പെരുമാറുവാൻ. പ്രതീക്ഷിച്ച അനുമതികൾ വൈകും. ഭൂമി ഇടപാടുകളിൽ നിയമപ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നു. ഭാഗ്യദിനം വ്യാഴാഴ്ച. പുണർതം നക്ഷത്രക്കാർക്ക് വ്യാപാര രംഗത്ത് പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടും. അന്യദേശ യാത്രയാണ് ഈ ആഴ്ച പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു നേട്ടം. സഹപ്രവർത്തകരുടെ പിന്തുണ കുറയാനുള്ള സാധ്യതയും കാണുന്നു. ഭാഗ്യദിനം വെള്ളിയാഴ്ച. പൂയം നക്ഷത്രക്കാർക്ക് പഠനത്തിൽ ഇഷ്ടവിഷയം തിരഞ്ഞെടുക്കും. ശാരീരിക ക്ലേശങ്ങൾ കുറഞ്ഞേക്കാം. മാനസികമായ അസ്വസ്ഥതകൾ നീങ്ങിത്തുടങ്ങും. സാമ്പത്തിക സ്ഥിതി സമ്മിശ്രമായിരിക്കും. ഭാഗ്യദിനം തിങ്കളാഴ്ച. ആയില്യം നക്ഷത്രക്കാർക്ക് ഉദ്യോഗത്തിൽ ഉയർച്ചയുണ്ടാവും. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് ലാഭവും പ്രതീക്ഷിക്കാം. അടുക്കള പുതുക്കാനോ നവീകരിക്കാനോ സാധിച്ചേക്കാം. വ്യാപാര രംഗത്ത് അനുകൂല സമയമാണ്. ഭാഗ്യദിനം ബുധൻ. മകൻ നക്ഷത്രക്കാർക്ക് രാഷ്ട്രീയമായ വളർച്ചയുണ്ടായേക്കാം. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. യാത്രകളിൽ ജാഗ്രത പുലർത്തണം. മക്കൾക്ക് അഭിമാനകരമായ നേട്ടങ്ങൾ വന്നുചേരും. ശനിയാഴ്ചയാണ്. പൂരൻ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച തൊഴിൽ തേടുന്നവർക്ക് നല്ല അവസരങ്ങളുണ്ടാകും. ഉദ്യോഗാർത്ഥികൾക്ക് ഉയർച്ചയും കാണുന്നു. ലോണുകൾ വഴി ധനസഹായം ലഭിക്കും. ആരോഗ്യ പരിശോധന മുടക്കം കൂടാതെ ശ്രദ്ധിക്കണം. ഭാഗ്യദിനം ചൊവ്വ. ഉത്രം നക്ഷത്രക്കാർക്ക് കലാകാരന്മാരായവർക്ക് അംഗീകാരം നേട്ടങ്ങൾ പലതും വരും. മത്സരങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഉദ്യോഗത്തിനുള്ള നിയമന ഉത്തരവുകൾ ലഭിക്കും. മക്കളുടെ വിവാഹകാര്യത്തിൽ തടസ്സങ്ങൾ മാറിക്കിട്ടും. ഭാഗ്യദിനം ഞായറാഴ്ച. അത്തം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ആരോഗ്യ സൗഖ്യം കാണുന്നു. സാമ്പത്തിക നേട്ടം പുറകെ വരും. പ്രധാന വ്യക്തികളുടെ പിന്തുണ ആർജിക്കാൻ സാധിച്ചേക്കാം. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കും. ഗ്രഹ നിർമ്മാണം വൈകിയേക്കാം. ഭാഗ്യദിനം ശനി. നക്ഷത്രക്കാർക്ക് ഇഷ്ടവിഷയങ്ങളിൽ ഉപരി പഠനത്തിനുള്ള സാധ്യതകൾ കാണുന്നു. ചെറിയ ചെറിയ കരാറുകൾ ഗുണകരമാവും. കിടപ്പ് രോഗികൾക്ക് ആശ്വാസം ലഭിക്കും. ഊഹക്കച്ചവടത്തിന് മുതിരരുത്. ഭൂമി ഇടപാടുകൾ തടസ്സപ്പെടാനുള്ള സാധ്യത കാണുന്നു. ഭാഗ്യദിനം തിങ്കളാഴ്ച. ചോതി നക്ഷത്രക്കാരായ ഉദ്യോഗസ്ഥർക്ക് ഈ ആഴ്ച സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. അന്യദേശത്ത് ഉപരിപഠനത്തിന് അവസരവും കാണുന്നു. കുടുംബജീവിതം സംതൃപ്തമാണ്. ആയവരുടെ കാര്യത്തിൽ ശ്രദ്ധ വേണം. ഭാഗ്യദിനം ബുധനാഴ്ച.
വിശാഖം നക്ഷത്ര ജാതകർക്ക് വിദ്യാഭ്യാസത്തിന് അനുകൂല സമയം. ഏൽപ്പിച്ച ദൗത്യം പാതി വഴിയിൽ ഉപേക്ഷിച്ചേക്കാം. പുതിയ തൊഴിലിനായി ഈ ആഴ്ച ശ്രദ്ധ കൊടുക്കും. സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷ്മതയോടെ വേണം ഈ ആഴ്ച ശ്രദ്ധിക്കുവാൻ. ഭാഗ്യദിനം വ്യാഴം. അനിഴം നക്ഷത്രക്കാർക്ക് പ്രതീക്ഷകൾ സഫലമാവുന്ന ആഴ്ചയാണ്. അനീതികൾക്കെതിരെ ശബ്ദമുയർത്തും. ഗ്രഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകാം. വാഹനങ്ങളും മറ്റു യന്ത്ര സംവിധാനങ്ങളും പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധ വേണം. തിങ്കളാഴ്ച ഭാഗ്യദിനം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ഉപരിപഠനത്തിന് ശ്രമം നടത്തിയാൽ സാധ്യതകൾ കാണുന്നു. സാങ്കേതിക വിഷയത്തിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. വിജ്ഞാന യാത്രകൾക്ക് ഈ ആഴ്ച സാധ്യത കാണുന്നു. സൗഹൃദങ്ങൾ ശക്തി പകരും. വസ്തുവിൽപ്പന ശ്രമം വിജയിക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഭാഗ്യദിനം ബുധൻ. മൂലം നക്ഷത്ര ജാതകർക്ക് ഈ ആഴ്ച തൊഴിലിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. സർക്കാരിൽ നിന്ന് ആനുകൂല്യത്തിന് സാധ്യത കാണുന്നു. ഉപരിപഠനത്തിൽ നല്ല നല്ല തീരുമാനങ്ങളെടുക്കാം. കുടുംബയാത്രകൾ സന്തോഷകരമാകും. ഭാഗ്യദിനം ചൊവ്വ. പൂരാടൻ നക്ഷത്ര ജാതകർക്ക് പഠനം, തൊഴിൽ എന്നിവയിൽ പുരോഗതി കാണുന്നു. കുടുംബാംഗങ്ങളുമായി സന്തോഷവേളകൾ പങ്കിടും. ബന്ധുക്കളുമായുള്ള തർക്കങ്ങൾ ഈ ആഴ്ച പരിഹരിച്ചേക്കാം. ശത്രുക്കൾക്ക് മേൽ ഈ ആഴ്ച ജയം നേടും. ഭാഗ്യദിനം തിങ്കൾ. ഉത്രാടം നക്ഷത്രക്കാർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനുള്ള ആഴ്ചയാണിത്. വിവാഹകാര്യത്തിൽ തീരുമാനമാവും. ഉപരിപഠനം പൂർത്തിയാക്കും. ബാധ്യതകൾ പരിഹരിക്കുവാൻ തീവ്ര ശ്രമങ്ങൾ നടത്തും. ഭൂമി സംബന്ധിച്ച തർക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നു. ഭാഗ്യദിനം വെള്ളിയാഴ്ച. നക്ഷത്ര ജാതകർ ഈ ആഴ്ച പുതിയ സംരംഭങ്ങൾ തുടങ്ങിയേക്കാം. ദാമ്പത്യപരമായി നല്ല ആഴ്ചയാണ്. തൊഴിലിൽ അംഗീകാരങ്ങൾ കിട്ടിത്തുടങ്ങും. ആഡംബര വസ്തുക്കൾ ഈ ആഴ്ച വാങ്ങാനുള്ള സാധ്യതകൾ കാണുന്നു. ജീവിതശൈലി രോഗങ്ങൾക്ക് സാധ്യതയും കാണുന്നുണ്ട്. ഭാഗ്യദിനം തിങ്കളാഴ്ച. അവിട്ടം നക്ഷത്ര ജാതകർക്ക് ഈ ആഴ്ച ശമ്പള വർധനവുണ്ടാവാനുള്ള സാധ്യതകളാണ് കാണുന്നത്. വിവാഹകാര്യത്തിലെ തടസ്സങ്ങൾ ഈ ആഴ്ച നീങ്ങിക്കിട്ടും. മുൻകൂട്ടി തീരുമാനിച്ച ഇടപാടുകൾക്ക് പണം കടം വാങ്ങേണ്ടി വരും. പുതിയ സൗഹൃദ ബന്ധങ്ങൾ മനസ്സിന് സന്തോഷങ്ങളുണ്ടാക്കും. ഭാഗ്യദിനം തിങ്കളാഴ്ച. ചതയം നക്ഷത്ര ജാതകർക്ക് ഈ ആഴ്ച കടബാധ്യതകൾ തീർക്കാനുള്ള സമയമാണ്. മക്കളുടെ കാര്യങ്ങൾക്കായി യാത്രകൾ വേണ്ടി വന്നേക്കാം. സൗഹൃദങ്ങൾ മനോവിഷമങ്ങൾക്കും കാരണമാകും. ആർഭാട ചെലവുകൾ അധികരിക്കാനുള്ള ആഴ്ചയാണിത്. സഹോദരങ്ങളുടെ പിന്തുണ ഈ ആഴ്ച ലഭിക്കും. ഭാഗ്യദിനം ഞായറാഴ്ച. പൂരിട്ടാതി നക്ഷത്ര ജാതകർക്ക് ഈ ആഴ്ച പഠന വിജയമാണ് കാണുന്നത്. ഉപരിവിദ്യാഭ്യാസത്തിന് നല്ല അവസരങ്ങൾ ലഭിക്കുന്നു. കർമ്മരംഗത്ത് പുരോഗതിയും പരിഷ്കാരങ്ങൾ ആവശ്യവുമാണെന്ന് ബോധ്യപ്പെടും. പ്രണയബന്ധം പരാജയപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭാഗ്യദിനം ബുധനാഴ്ച. ഉത്രട്ടാതി ഉദ്യോഗസ്ഥർക്ക് ഈ ആഴ്ച സ്ഥാനക്കയറ്റം കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നു. സാമ്പത്തികമായി ചിട്ടയുണ്ടാക്കുന്നതിലും ശ്രദ്ധ കൊടുക്കണം. ആ കാര്യങ്ങൾക്ക് ഈ ആഴ്ച കാലതാമസം നേരിട്ടേക്കാം. വയോജനങ്ങളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. അവസരങ്ങൾ നോക്കി പെരുമാറാൻ ഈ ആഴ്ച ശ്രദ്ധിക്കണം. പല കാര്യങ്ങളിലും അലച്ചിൽ കാണുന്ന ആഴ്ചയാണിത്. ഭാഗ്യദിനം ഞായറാഴ്ച. രേവതി നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നൊരു ആഴ്ചയാണിത്. സന്താനങ്ങളുടെ കാര്യത്തിൽ സന്തോഷാനുഭവങ്ങളുണ്ടാകും. വ്യാപാര കരാറുകൾ, ദൂരയാത്രയും മറ്റും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ആഴ്ചയാണിത്. സാമ്പത്തിക വൈഷമ്യങ്ങൾ മാറിക്കിട്ടും. കർമ്മരംഗത്ത് പുതിയ പുതിയ മാറ്റങ്ങൾ തേടിവരും. ഭാഗ്യദിനം വ്യാഴാഴ്ച.